ബത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കാണാൻ പോയി. അടിപൊളി സിനിമയായിരുന്നു. കണ്ടിറങ്ങി വന്നപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നൊരു തോട്ട് എന്താന്ന് വെച്ചാൽ, ലവ് ഇസ് നോട്ട് അബൌട്ട് ചേസിങ് സംവൺ, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് ദം ഫീൽ സേഫ് ആൻഡ് കംഫർട്ടബിൾ. ഇതാണ് ആദ്യം വന്നത്. പ്രണയം എന്ന് പറയുന്നത് വലിയ വലിയ ജസ്റ്റേഴ്സ് മാത്രമല്ലല്ലോ. ഒരാൾക്ക് നമ്മളുടെ കൂടെ ആയിരിക്കുമ്പോൾ സേഫായും കംഫർട്ടബിൾ ആയും ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രണയം എന്ന് തോന്നുന്നു. ഈ സിനിമയിൽ നിവിന്റെ ക്യാരക്ടറിന്റെ ഒരു റൊമാൻറ്റിക് സൈഡ് ശരിക്കും ഒരു ഗ്രീൻ ഫ്ലാഗ് ആണ്. ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവള് കംഫർട്ടബിൾ ആയിരിക്കാനും അവളുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യാനും അവൾക്കൊരു സേഫ് സ്പേസ് ആകാനുമാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കെമിസ്ട്രിക്ക് ഒരു പ്രത്യേക വാംത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. സിനിമയിലെ ആദ്യ പകുതി ഭയങ്കരമായിട്ട് ചിരിക്കാനുണ്ട്. ഒത്തിരി അടിപൊളി അടിപൊളി തമാശകൾ അതിലുണ്ടായിരുന്നു. അത് ഞാൻ മാത്രമല്ല, തിയേറ്ററിലുള്ള മുഴുവൻ ആളുകളും ചിരിക്കുക തന്നെയായിരുന്നു. ആദ്യ പകുതിയിൽ നിറയെ ചിരിക്കാനുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒത്തിരി ഒത്തിരി ചെറിയ മൊമെന്റ്സ് സിനിമയിലുടനീളം ഉണ്ട്. അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യും. നിവിന്റെ റൊമാൻറ്റിക് സൈഡ് ഇസ് ഡെഫിനറ്റ്ലി സൂപ്പർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫാമിലി റിലേഷൻഷിപ്പും പ്രണയവും എല്ലാം ഭയങ്കര റിലേറ്റബിൾ ആയി ഫീൽ ചെയ്യിക്കുന്ന ഒരു സിനിമയാണ്. അതിൽ ചില സീൻസ് എടുത്തു പറയണം എന്ന് തോന്നി. ഒരു 30 കഴിഞ്ഞ ഒരു പുരുഷൻ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്നുള്ളത് ആ ഒരു സ്റ്റിയറിംഗ് തൊട്ടടുത്ത ആൾക്ക് കൈമാറുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇമോഷണലി ആണ് ഡൗൺ ആയിരിക്കുകയാണ് എന്നുള്ളത്. ഇതിലെ എടുത്തു പറയാനാണെങ്കിൽ എല്ലാവരും എടുത്തു പറയണം. നിവിൻ പോളി, മമിത, ഗ്ലിക്സൺ, സംഗീതം, ഓരോരുത്തരും അവരുടെ ഭാഗം അത്രയും സ്വാഭാവികമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. റൊമാൻസിന്റെയും ഹ്യൂമറിന്റെയും ഒരു ഒരു ചെറിയ നൂലിഴ ഇങ്ങനെ വ്യത്യാസത്തിലാണ് ഈ സിനിമയുടെ ഒരു വൈബ് പോകുന്നത്. ശരിക്കും പറഞ്ഞ ഒരു റൊമാൻറ്റിക് മൂവിയല്ല, ഒരു കോമഡി മൂവിയല്ല, അതിന്റെ ഇടയിലൂടെയുള്ള, എന്നാൽ അതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണ് ഈ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. MP3 കിങ്ങും റൂം 17 നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഗിരീഷ് ഷേഡിയുടെ മുൻ സിനിമകളിൽ കാണുന്ന ആഖ്യാന സ്വഭാവങ്ങള് ബത്ലഹേം കുടുംബ യൂണിറ്റിലും കാണാൻ പറ്റുന്നുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളാണെങ്കിലും സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ സിനിമകളുടെ ഒരു നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആ ഒരു കഥ പറയുന്ന രീതി തന്നെയാണ് ഈ സിനിമയിൽ തുടരുന്നത്. അപ്പോൾ ഓണത്തിന് ചിത്രം മിസ്സാക്കണ്ട, ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യൂ.